ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അബ് കഹാ ദൂസരേ കെ ദുഃഖ് സെ ദുഃഖി ഹോനെ വാലെ എന്ന ചാപ്റ്ററിൻ്റെ ലേഖകയായ നിദാ ഫാസിലിയെ കുറിച്ചാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പാർട്ട് തന്നെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിദാ ഫാസിലി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് വെച്ചാൽ 1938 1938, ഹിന്ദിയിൽ പറഞ്ഞാൽ 1938 മുതൽ 2016 അതായത് 2016 അല്ലെങ്കിൽ 2016 ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. ഓക്കെ, അപ്പം നിദാ ഫാസിലിയെ കുറിച്ച് പറയുമ്പോൾ 12 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 12 അക്ടോബർ എന്ന് വെച്ചാൽ ഒക്ടോബർ 1938. അപ്പോൾ 12 ഒക്ടോബർ 1938 ഡൽഹിയിൽ ജനിച്ച നിദാ ഫാസിലി, അറിയാലോ ആരാണ്, കാ ബച്പൻ. അപ്പോൾ 12 ഒക്ടോബർ 1938 അതായത് 1938 ഡൽഹിയിൽ ജനിച്ച നിദാ ഫാസിലിയുടെ കുട്ടിക്കാലം ഗ്വാളിയാറിലാണ് അദ്ദേഹം ചെലവഴിച്ചത്. നിദാ ഫാസിലി ഉറുദു की 60वीं पीढ़ी के महत्वपूर्ण कवि माने जाते हैं. അപ്പോൾ നിദാ ഫാസിലി ഉറുദുവിലെ 60वीं पीढ़ी के 60കളിലെ, അതായത് 1960 മുതൽ 70 വരെയുള്ള കാലഘട്ടം, 1960, 61, 62 ഇങ്ങനെ 60കളിലെ ഉറുദുവിലെ മഹത്വപൂർണ്ണ കവി, മഹാനായ കവി മാനേ ജാത്തെ ഹെ ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിദാ ഫാസിലി ഉറുദുവിലെ 60കളിലെ മഹാനായ കവി എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നു. ആം, അത് നമ്മൾ 7th ഒരു റോബോട്ടിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആം സാധാരണ, അല്ലെങ്കിൽ സാധാരണ. ബോൾചാൽ കോൺവെർസേഷൻ, സംസാരം. കി ഭാഷാമേ സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ ഓർ സരളതാസെ, അതിൻ്റെ കൂടെ കുറച്ച് സരളത അല്ലെങ്കിൽ ലാളിത്യം, കുറച്ചും കൂടെ ലളിതമായിട്ട് അവതരിപ്പിച്ച് കിസി കെ ഭി എല്ലാവരുടെയും അല്ലെങ്കിൽ ആരുടെയും ദിലോ ദിമാഗ് മനസ്സും ഹൃദയവും മനസ്സും രണ്ടാണെന്ന് അറിയാമല്ലോ. മനസ്സ് നമ്മുടെ ബ്രെയിനിൻ്റെ അവിടെ ആയിട്ടൊക്കെ വരും, ഹൃദയം എവിടെയാണെന്നറിയാം. അപ്പോൾ വളരെ സാധാരണയായിട്ടുള്ളൊരു ഭാഷയിൽ സംസാരിക്കുന്ന ഭാഷയിലും അതിൻ്റെ കൂടെ കുറച്ച് സരളത അല്ലെങ്കിൽ ലാളിത്യം കൂടെ കൂട്ടിച്ചേർത്ത് ആരുടെയും ദിലോ ദിമാഗ് മനസ്സും ഹൃദയവും മേ ഘർ കർ സക്കെ എന്ന് വെച്ചാൽ വീട് വയ്ക്കുമെന്ന്. അപ്പോൾ ആരുടെയും മനസ്സിലും ഹൃദയത്തിലും കയറി വീട് വയ്ക്കുമെന്നല്ല, മറിച്ച് അവരുടെ പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറും. അങ്ങനെയുള്ള കവിതകൾ ഏസി കവിത കർണേമേം, ഇങ്ങനത്തെ സാധാരണ ഭാഷയിൽ എഴുതി അതിൻ്റെ കൂടെ കുറച്ച് ലാളിത്യം ചേർത്ത് എല്ലാവരുടെയും മനസ്സും ഹൃദയവും ഒക്കെ കവർന്നെടുക്കുന്ന ആ രീതിയിലുള്ള കവിതകൾ എഴുതുന്നതിൽ ഇന്നേ മഹാരത് ഹാസിൽ ഹെ. ഇദ്ദേഹം ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി തന്നെ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു തമാശ രൂപേണ പറയുകയാണ്, ഇദ്ദേഹം ഒരു മാസ്റ്ററാണതിൽ. വഹി നിദാ ഫാസിലി, അതേ നിദാ ഫാസിലി അപ്നി ഗദ്യ രചനാവുമേം. ഇപ്പോൾ കവിതയെക്കുറിച്ച് പറഞ്ഞു, ഇനി ഗദ്യരചന, അതായത് പാരഗ്രാഫായിട്ടൊക്കെ എഴുതുന്ന, സെൻറ്റൻസ് ആയിട്ടൊക്കെ കഥ പോലെ അല്ലെങ്കിൽ ലേഖനങ്ങൾ, അതിൽ ഷേർ ഓ ഷായരി പിറോക്കർ. ഷേർ ഓ ഷായരി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കവിതകളൊക്കെ എഴുതുന്ന ഒരു രീതിയാണ്. ഉറുദു ആൻഡ് ഹിന്ദി വേർഡ്സ് രണ്ടും മിക്സ് ചെയ്ത് എഴുതുന്ന ഒരു രീതിയാണ്. അപ്പോൾ കവിത എങ്ങനെ എഴുതുന്നതെന്ന് കണ്ടു. ഇദ്ദേഹം ഗദ്യം എഴുതുന്നത് ഹിന്ദി ഉറുദു മിക്സ് ചെയ്ത ഒരു ഷേർ ഓ ഷായരി ശൈലിയിലാണ്. ആ ഒരു ശൈലിയിൽ എഴുതിക്കൊണ്ട് അദ്ദേഹം ബഹുത് കുച്ച് കോ, വളരെ ധാരാളം കാര്യങ്ങളെ, ധോഡേ മേം കഹദേനേക്കെ, അപ്പോൾ ചെറിയ വരികളിൽ, ചെറിയ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്കുകളായിട്ട് എഴുതി അതിൽ നിന്ന് ബഹുത് കുച്ച് കോ കഹദേനെ, അതായത് വളരെയധികം കാര്യങ്ങൾ, ഒരു ചെറിയ സെൻറ്റൻസിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരാളാണ് ആര്, നമ്മുടെ നിദാ ഫാസിലി എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ കെ മാമലെ മേം, ആ ഒരു കാര്യത്തിൽ അപ്നെ കിസ്മ കെ അക്കേലെ ഹി ഗദ്യകാർ ഹെ, അദ്ദേഹം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അപ്പോൾ ഇതുവരെ പഠിച്ചത് എനിക്കിനി ഒന്നും കൂടെ പറയാൻ സമയമില്ല, അതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ കാണുക. അതിൻ്റെ ബാക്കി പറയുകയാണെങ്കിൽ അടുത്ത പാരഗ്രാഫ് സമയമുണ്ട്. നിദാ ഫാസിലിയുടെ ലഫ്ജോം കാപ്പുൽ നാമക് കവിതാക്കി പെഹലി പുസ്തകമായി, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം
എന്താണ് ലഫ്ജോങ് കാ പുല്ല് എന്നാണ് അതിൻ്റെ പേര്. ലഫ്ജോങ് എന്ന് വെച്ചാൽ വാക്കുകൾ, പുല്ലെന്ന് വെച്ചാൽ പാലം. അപ്പോൾ ലഫ്ജോങ് കാ പുല്ല്, വാക്കുകളുടെ പാലം, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു പേരുള്ള ലഫ്ജോങ് കാ പുല്ല് എന്ന പേരുള്ള ബുക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്ക്. ഷായരി കി കിതാബ്, കവിതയുടെ ഒരു ബുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൻ്റെ പേരാണ് ഖോയാ ഹുവാ സാ കുച്ച്. ഖോയാ ഹുവാ സാ കുച്ച്, അങ്ങനെയാണ് ആ ബുക്കിൻ്റെ പേര്. ആ ഒരു ആ ഒരു ബുക്കിന് 1999 അല്ലെങ്കിൽ 1999 അല്ലെങ്കിൽ 1999 के साहित्य अकादमी पुरस्कार से सम्मानित നിദാ ഫാസിലി. അപ്പോൾ കവിതാ ബുക്കായ ഖോയാ ഹുവാ സാ കുച്ച്, ആ ഒരു ബുക്കിന് 1999, അതായത് 1999 സാഹിത്യ അക്കാദമി പുരസ്കാർ സെ സമ്മാനിത് നിദാ ഫാസിലി, സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നിദാ ഫാസിലി. സാഹിത്യ അക്കാദമി അവാർഡ് നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും. അപ്പോൾ ഇവിടെ എന്തായാലും കേന്ദ്രമാണ്, കേരളമല്ല. അപ്പോൾ ആ ഒരു സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആ കിട്ടിയ നിദാ ഫാസിലിക്ക് ആത്മകഥ, ആ ഒരു ഈ പുരസ്കാരം കിട്ടിയ നിദാ ഫാസിലിയുടെ ആത്മകഥ പെഹലാ ഭാഗം, അത് ആത്മകഥ എന്താണെന്ന് നമുക്കറിയാം. ആത്മകഥയുടെ ആദ്യത്തെ ഭാഗം ദീവാരോം കെ ബീച്ച് और दूसरा രണ്ടാമത്തെ ഭാഗമോ ദീവാരോം കെ പാർ ശീർഷക് സെ, ഈ പേരിൽ, അതായത് ഇങ്ങനെ 1999 ഖോയാ ഹുവാ സാ കുച്ച് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതാ ബുക്കിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നിദാ ഫാസിലിയുടെ ആത്മകഥയുടെ ആദ്യത്തെ ഭാഗം ദീവാരോം കെ ബീച്ച് എന്ന പേരിലും രണ്ടാമത്തെ ഭാഗം ദീവാരോം കെ പാർ എന്ന പേരിലും ശീർഷക് പേര് അല്ലെങ്കിൽ ടൈറ്റിലിൽ പ്രകാശിത് ഹോ ചുക്കാ ഹെ, അങ്ങനെയാണ് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫിലിം ഉദ്യോഗ് സെ സംബന്ധ് രഹേ നിദാ ഫാസിലി, സിനിമാ മേഖലയുമായിട്ട് കുറച്ചൊക്കെ ബന്ധമുള്ള ആളാണ് നിദാ ഫാസിലി. അങ്ങനെയുള്ള നിദാ ഫാസിലി കാ നിധൻ എന്ന് വെച്ചാൽ മരണം 8 ഫെബ്രുവരി, അതായത് ഫെബ്രുവരി. അക്ടോബർ എന്താണ്? ഒക്ടോബർ. ഫെബ്രുവരി 2016 2016. അപ്പോൾ ഫെബ്രുവരി 8 2016 അല്ലെങ്കിൽ 8 ഫെബ്രുവരി 2016 അല്ലെങ്കിൽ 8 ഫെബ്രുവരി 2016 കോ ഹുവ. അപ്പോൾ അന്നാണ് അദ്ദേഹം മരിച്ചത്. ഇവിടെ തമാശ മേരെ ആകെ എന്ന് പറയുന്ന കിതാബ് മേം സങ്കലിത്. അപ്പോൾ തമാശ മേരെ ആകെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ സമാഹരിച്ചിട്ടുള്ള അതിൽ ഒരു പാർട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ അത് പോയി കണ്ട് പാഠം നല്ലപോലെ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനിയും ഞങ്ങളുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.